ഹലോ ഫ്രണ്ട്സ്, നമ്മൾ കോഴിക്കുട്ടികൾ വിരിഞ്ഞിറങ്ങിയാൽ ഒരു പ്രായം വരെ കൂട്ടിലിട്ടാണ് വളർത്തുന്നത്. അല്ലെങ്കിൽ കാക്ക, കീരി, പരുന്ത്, പൂച്ചയൊക്കെ പിടിച്ചു പോകും. അപ്പോൾ ഈ കൂട്ടിലിട്ട് വളർത്തുന്ന കോഴിക്കുഞ്ഞുങ്ങളെ എല്ലാ കാലാവസ്ഥയിലും ആരോഗ്യത്തോടു കൂടി എങ്ങനെ വളർത്തി വലുതാക്കിയെടുക്കാമെന്നുള്ള ചെറിയ ചില ടിപ്സുകളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കേട്ടോ. ഈ ഒരു കൂട്ടിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്ത് വിടാത്ത ഒരു 3 ബാച്ച് മക്കളുണ്ട്. അതിൽ 2 തള്ളക്കോയിൻ്റെ ഒപ്പരാണ്. ഒരു കൂട്ടർ ഇപ്പോൾ ഏകദേശം 2 മാസം കഴിഞ്ഞവരാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഈ കൂടിൻ്റെ അടിഭാഗം നെറ്റാണ്. അപ്പോൾ കാഷ്ടമൊക്കെ പുറത്തേക്ക് പോകും. പക്ഷേ ഈ ഒരു ഗ്യാപ്പിൽ നിന്നിട്ട് കാക്ക വന്നിട്ട് ഇവരെ കാലൊക്കെ കൊത്തി വലിക്കുക കേട്ടോ. അതുകൊണ്ട് ഞാനിവിടെ കുലച്ചിലൊക്കെ വെച്ച് ബ്ലോക്ക് ആക്കിയതാണ്. അപ്പോൾ കൂട്ടിലിട്ട് വളർന്ന കോഴികളെ ആരോഗ്യത്തിന് ഏറ്റവും ആദ്യം വേണ്ടത് എന്താ വെച്ചാൽ ദിവസവും ഇവർക്ക് പച്ചിലകൾ കൊടുക്കുക. പച്ചിലകൾ എന്ന് പറഞ്ഞാൽ പലതരം ഇലകളുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് കഞ്ഞിക്കൂർക്കൽ, പനിക്കൂർക്ക, കഞ്ഞിക്കൂർക്കൽ എന്നൊക്കെ പറയും. ഈ ഒരു ഇലയാണ് ഏറ്റവും ബെസ്റ്റ് ഇല കേട്ടോ. അപ്പോൾ നമ്മൾ കോഴി വളർത്തുന്ന ഒരാൾ നിർബന്ധമായിട്ടും കോഴികൾക്ക് ആവശ്യമായിട്ടുള്ള ഇലകൾ നമ്മളെ വീടുകളിൽ തന്നെ നട്ട് പിടിപ്പിക്കണം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കുറച്ചെടുത്തിട്ട് നുറുക്കിയിട്ട് നമ്മളെ ചെറിയ കുഞ്ഞുങ്ങൾക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇവർക്ക് ഇലകൾ ഭയങ്കര ഇഷ്ടമാണ്. ഇവർക്ക് സാധാരണ പുറത്തിറങ്ങുമ്പോൾ ഒരു പുല്ല്, കല്ലൊക്കെ ചിക്കി ചകഞ്ഞ് കല്ലിൻ്റെ ഇടയിലുള്ള പ്രാണി, പാറ്റ, പുല്ലൊക്കെ തിന്നുന്നതാണ്. അപ്പോൾ കൂട്ടിലേക്ക് ഇവർക്ക് അതിന് ആവശ്യമായ പ്രോട്ടീനൊന്നും കിട്ടില്ല. അപ്പോൾ നമ്മൾ പ്രോട്ടീനുകളൊക്കെ കൂട്ടിൽ കൊണ്ടിട്ട് കൊടുക്കണം. അപ്പോൾ ഈ വക ഇലകൾ, പനിക്കൂർക്കൻ്റെ ഇല, പിന്നുള്ളതാണ് മുരിങ്ങേൻ്റെ ഇല. ഏറ്റവും ബെസ്റ്റ് ഇല കേട്ടോ ഇത്. ദിവസവും കൊടുത്താൽ ഏറ്റവും നല്ലത് ഉച്ചയ്ക്ക്. നമുക്കിവിടെ മുരിങ്ങ ചെടിയൊന്നും ഇല്ലേനി നമ്മൾ വെച്ച് പിടിപ്പിച്ചാണ്. ഇപ്പോൾ കുറേശ്ശെ വലുതായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇലകളും നമ്മൾ വേറൊരു ബാച്ച് കോഴിക്കുട്ടികൾക്ക് കൊടുത്തു നോക്കട്ടോ. ഇതൊക്കെ നമ്മൾ ചെറുതാക്കി നുറുക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നത്. പിന്നുള്ളൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കോഴിക്കുട്ടികൾക്ക് ഫുഡ് കൊടുക്കുമ്പോൾ വളരെ കുറഞ്ഞ അളവിൽ കൊടുക്കുക. വേസ്റ്റ് ആവാത്ത രീതിയിൽ കൊടുക്കുക. നമ്മളെ സുഹൃത്ത് നമ്മളെ ഫാമിൽ വരുമ്പോഴൊക്കെ എപ്പോഴും എന്നെ ചീത്ത പറയലുണ്ട്, എപ്പോഴും ഫുഡ് വേസ്റ്റ് ആക്കും, അങ്ങനെ ഫുഡ് ഇട്ട് കൊടുത്താലാണ് അസുഖം വരിക എന്ന് പറയും. അതിൻ്റെ ശേഷം ഞാനിപ്പോൾ വളരെ കുറഞ്ഞ അളവിലാണ് ഫുഡ് കൊടുക്കാറുള്ളത് കേട്ടോ. പിന്നെ ഇതാണ് ഇംഗ്ലീഷ് ചീര. ഇത് നമ്മൾ വേറൊരു സ്ഥലത്ത് നിന്ന് കൊണ്ടുവന്ന് നട്ട് പിടിപ്പിച്ച കേട്ടോ. വളരെ പ്രോട്ടീൻ അടങ്ങിയ ഒരു ഇലയാണിത്. ഇതൊക്കെ കോഴിക്കുട്ടികൾക്ക് കൊടുത്താൽ വളരെ നല്ലതാണ്. ഇത് ചില സ്ഥലത്തൊക്കെ ബ്ലോക്ക് ചീര എന്ന് പറയുന്നത്, നമ്മൾ ഇംഗ്ലീഷ് ചീര എന്നാട്ടോ പറയുന്നത്. ഇതൊക്കെ ഞാൻ ഓരോ സ്ഥലത്ത് നിന്ന് കൊണ്ടുവന്ന് നട്ട് പിടിപ്പിച്ച കേട്ടോ, കോഴികൾക്ക് ആവശ്യമായതിനെ കൊണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കോഴിക്കുട്ടികൾക്ക് ആയാലും വലിയ കോഴികൾക്കായാലും നല്ലതാണ്. പിന്നെ ഇത് ചായമൻസാണ്. ഇത് നമ്മൾ എങ്ങനെ കൊടുക്കേണ്ടത് വെച്ചാൽ ഒരു സൈസ് കറുണ്ട്, അതൊരു വിഷമാണ്. അപ്പോൾ ഇത് രാവിലെ തന്നെ അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെക്കും. എന്നിട്ട് 1-2 മണിക്കൂർ കഴിഞ്ഞിട്ട് വെള്ളം വാരാൻ വെക്കും. വെള്ളം വാലിയതിൻ്റെ ശേഷം നമ്മൾ സ്റ്റാർട്ടറിൻ്റെയും തവിടിൻ്റെ ഒക്കെ കൂടെ മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. വലിയ കോഴികൾക്കാണ് ഇത് കൊടുക്കലുള്ളത് കേട്ടോ. ഇത് ഞാൻ ചെറുതുങ്ങൾക്ക് കൊടുക്കില്ല. അപ്പോൾ ഏകദേശം ഇത്രയും ഇലകളൊക്കെ നിർബന്ധമായിട്ടും കോഴി വളർത്തുന്ന ഒരാളെ വീട്ടിൽ എന്തായാലും വേണം കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ കാര്യം ഇതാണ്, ദിവസേന പച്ചിലകൾ ഇവർക്ക് കൊടുക്കുക. പിന്നെ ദിവസേന നല്ല വെള്ളം ഇവർക്ക് കുടിക്കാനായിട്ട് വെക്കുക. പിന്നെ എന്ന് പറഞ്ഞാൽ വെറും സ്റ്റാർട്ടറും വെള്ളം കൊടുത്തുകൊണ്ട് മാത്രം കോഴിക്കുട്ടികൾ വലുതാവില്ല. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ചെറിയ ലേശം തവിടൊക്കെ കുഴച്ച് കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അരി നുറുക്കിയത്, ഗോതമ്പ് നുറുക്കിയത്, തവിടൊക്കെ ഏകദേശം ഒരു 3 ആഴ്ച കഴിഞ്ഞാൽ കൊടുത്ത് തുടങ്ങണം കേട്ടോ. പിന്നെ ഫുഡ് വളരെ കുറഞ്ഞ അളവിൽ ഞാൻ പറഞ്ഞ പോലെ കൊടുക്കുക. പിന്നെ ഇവരൊക്കെ തള്ളക്കോയിൻ്റെ കൂടെ ആയതിനെക്കൊണ്ട് കാക്ക വല്ലാതെ അക്രമമില്ല, തള്ളക്കോയി കൊത്തി ഓടിക്കും. പിന്നെ നമ്മൾ ഏകദേശം ഒരാഴ്ച 10 ദിവസമായ മക്കൾക്ക് നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ തക്കാളി നടു മുറിച്ചിട്ട് ഇട്ട് കൊടുക്കും കേട്ടോ. ഒരുപാടല്ല, കുറഞ്ഞ അളവിൽ. തക്കാളി, ഗ്രേപ്സ്, വത്തക്ക, ഇതൊക്കെ ചെറിയ അളവിൽ. മൈസൂർ പഴമൊക്കെ നല്ലതാട്ടോ ഈ ചൂടത്ത്. പിന്നെ കൂടിൻ്റെ മുൾഭാഗം നല്ല രീതിയിൽ നനച്ച് കൊടുക്കൽ, ഇതൊക്കെ നമ്മൾ ചെയ്യണം കേട്ടോ ഈ ഒരു വേനലിൽ. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് പുല്ല്, പച്ചപ്പുല്ലുണ്ടെങ്കിൽ അത് കൊടുത്താലും ഏറ്റവും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മളെ ഗ്രാമശ്രീ കോഴികളാണ്. ഇവരൊക്കെ നമ്മൾ കൂട്ടിലിട്ട് വളർത്തി വലുതാക്കിയ കേട്ടോ. നമ്മൾ ഡേ ഓൾഡ് കൊണ്ടുവന്നതാണ്. ഷോർട്സിലൊക്കെ ഉണ്ട് നമ്മളെ വീഡിയോ. ഇപ്പോൾ ഏകദേശം ഒരു 4 മാസത്തോളമായിട്ടോ. ഇവരൊക്കെ നമ്മളിപ്പോൾ പറഞ്ഞ രീതിയിൽ തന്നെയാണ് വളർത്തി കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ ഉള്ളതാണ് വൈറ്റമിൻ സിറപ്പ്. വൈറ്റമിൻ സിറപ്പ് എത്രയോ പ്രാവശ്യം വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ആൾക്കാർ ഇങ്ങനെ ചോദിക്കും. അതായത് വിമറാൾ ഇനി ഞാൻ ആദ്യകാലത്ത് കൊടുത്തിരുന്നു. ഇപ്പോൾ വിമറാൾ വാങ്ങിയിട്ട് കുറേ ആയി. ഇപ്പോൾ ഇവിടെ ഗ്രോപ്ലക്സ് ആണുള്ളത്. അതുകൊണ്ട് ഗ്രോപ്ലക്സ് ആഴ്ചയിൽ ഒരു 3 ദിവസം അല്ലെങ്കിൽ 4 ദിവസം. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ചൂടായതുകൊണ്ട് ഒന്നരാട ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്നരാട ഞാൻ ഇവരെ വലിയ കോഴികളായാലും ചെറിയ കോഴികളായാലും ആരായാലും. പിന്നെ ബി കോംപ്ലക്സിൻ്റെ ഒരു മരുന്നുണ്ട്, അതും ഞാൻ ഇവർക്ക് കലക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ബി കോംപ്ലക്സ് വിറ്റാമിനൊക്കെ ഇപ്പം നല്ലതാണ്. പിന്നെ ചില ദിവസം ഞാൻ ഇവർ ഉച്ചയ്ക്ക് കുടിക്കുന്ന വെള്ളം ഉച്ചയ്ക്ക് മാറ്റും, നിർബന്ധമായിട്ടും മാറ്റും. അതിൽ ഒരു അരമുറി ചെറുനാരങ്ങ വീഞ്ഞിട്ടും കൊടുക്കലുണ്ട് കേട്ടോ. ഇതൊക്കെ ഇവർക്ക് ചൂട് കുറയ്ക്കാനും ക്ഷീണത്തിനൊക്കെ നല്ലതാണ്. പെട്ടെന്ന് കോഴികൾ കുഴഞ്ഞ് വീണ് ചത്തുപോയി എന്നൊക്കെ ഗ്രൂപ്പുകളിലൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ വേനലാണ്, നല്ലോണം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ചെറിയ കോഴികളായാലും വലിയ കോഴികളായാലും ഒക്കെ നമുക്ക് നഷ്ടപ്പെടും. അപ്പോൾ ദിവസവും നനച്ച് കൊടുക്കുക, ഇവർക്ക് തണലൊരുക്കി കൊടുക്കുക, പിന്നെ വൈറ്റമിൻ സിറപ്പുകൾ കൊടുക്കുക, പച്ചിലകൾ കൊടുക്കുക. ഇതൊക്കെയാണ് നമുക്ക് ഈ വേനൽക്കാലത്ത് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യങ്ങൾ. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഒരു വിഷു കഴിയാതെ നമുക്ക് മഴ കിട്ടൂല. അപ്പോൾ അതുവരെ നല്ല രീതിയിൽ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ കോഴികളൊക്കെ നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കേട്ടോ. പിന്നെ കൂടിൻ്റെ വൃത്തി ഏറ്റവും പ്രധാനമാണ്. അത് കൂട് ദിവസവും ക്ലീൻ ചെയ്യുക, കൂട്ടിലിട്ട് വളർത്തുന്ന കോഴികളാകുമ്പോൾ. അപ്പോൾ മെയിൻ പോയിൻറ്റ്സ് ഒന്നും കൂടി പറയാം. കൂട് നല്ലപോലെ വൃത്തിയാക്കുക, ദിവസേന പച്ചിലകൾ കൊടുക്കുക, ആഴ്ചയിൽ 2-3-4 വട്ടം വൈറ്റമിൻ സിറപ്പുകൾ കൊടുക്കുക, കൂടിൻ്റെ മേൽഭാഗം നനച്ചു കൊടുക്കുക.